പഴയങ്ങാടിയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറുകൾ വ്യാപകമായി പൊട്ടിപ്പൊളിഞ്ഞത് അപകട ഭീഷണിയാവുന്നു. വാഹനങ്ങൾ അലക്ഷ്യമായി ഡിവൈഡറുകൾക്കിടയിലൂടെ എതിർദിശയിലേക്ക് കടക്കുന്നത് അപകടം വിളിച്ചു വരുത്തുകയാണ്. പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാനാണ് ജനകീയ കൂട്ടായ്മയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായി എരിപുരം മുതൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് വരെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നു. താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ അന്ന് സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകൾ ഇന്ന് വാഹനം ഇടിച്ചും മറ്റും തകർന്ന് തരിപ്പണമായി റോഡിൽ കിടക്കുന്ന സാഹചര്യമാണ്. ഇവ അപകടം വിളിച്ചു വരുത്തുകയാണ്. കയറുപയോഗിച്ചാണ് ഡിവൈഡറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതും അപകടമുയർത്തും വിധമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ പലതും അലക്ഷ്യമായി ഡിവൈഡറുകൾക്കിടയിലൂടെ എതിർദിശയിലേക്ക് കടക്കുകയാണ്. അശ്രദ്ധമായി വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് അപകടം വിളിച്ചു വരുത്തും. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് പഴയങ്ങാടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സംവിധാനം ഇപ്പോൾ ഇത് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഇത് ദയവേദിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ട്രാഫിക് പരിഷ്കരണം നല്ല രീതിയിൽ ഈ ഡിവൈഡ് ഇത് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സംവിധാനം മാറ്റിയിട്ട് ജനങ്ങളുടെ അപകടങ്ങൾ പരമാവധി ഈ വാഹനങ്ങളെ ഇവിടെ പാർക്കിംഗ് ഒഴിവാക്കുകയും ഈ ഗതാഗത സംവിധാനം സുഗമമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന് ഈ ഭരണകൂടത്തോട് ഇവിടുത്തെ സ്ഥലം MLA-യോടും ദയവായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ചില ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെന്നും പരാതി ഉയരുന്നുണ്ട്. എത്രയും വേഗം താൽക്കാലിക ഡിവൈഡറുകൾ മാറ്റി സ്ഥിരം സംവിധാനം ഒരുക്കുകയും ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള ഗതാഗത സൗകര്യം ഒരുക്കണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.